മലയാള സിനിമയിൽ ഭയങ്കര വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, മറുവശത്ത് ആൻ്റണി പെരുമ്പാവൂരും താരങ്ങളും രണ്ടുപേരും കൂടെ രണ്ട് വശത്ത് നിന്ന് ഏറ്റുമുട്ടുന്ന കലാപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഇതൊന്നും അറിയാതെ, ഇതൊന്നും ചെവി കൊടുക്കാതെ മറ്റൊരു വശത്ത് ആൻ്റണിയും ലാലേട്ടനും പൃഥ്വിരാജും എല്ലാവരും കൂടെ എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ച് സ്ഥലം ഇവിടെയൊന്നുമല്ല, അങ്ങ് കോയമ്പത്തൂർ. അവിടെ കൂടിയ ലക്ഷങ്ങൾ, 1.5 ലക്ഷം പേരോടും അവിടെ പങ്കെടുത്തു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെ സത്യം നമുക്കറിയില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു കോളേജിലായിരുന്നു ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എമ്പുരാൻ്റെ ടീം ഒന്നിക്കുന്നത്. അതിൻ്റെ വീഡിയോകളെല്ലാം പലതായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായില്ലേ, ഇത് തന്നെ കാണാനൊരു സന്തോഷമാണ്. കാരണം കേരളത്തിലൊരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ പൃഥ്വിരാജും മോഹൻലാൽ ലാലേട്ടനും ഒക്കെ വരുമ്പം ആൾക്കാർ ആർപ്പ് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ മലയാളികളാണ്, ലാലേട്ടനെയും പൃഥ്വിരാജിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഈ അന്യനാട്ടിൽ പോയി ലാലേട്ടനിക്കിടെ ആർപ്പ് വിളികളും, ലാലേട്ടനെ ഈ സ്റ്റേജിലോട്ട് കയറുമ്പോൾ മുതൽ ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ജനക്കൂട്ടം. അത് നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കോയമ്പത്തൂരിലെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി എമ്പുരാൻ പടത്തിൻ്റെ എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവർ. ഒരു 2 മാസത്തിന് മുമ്പ് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിർമ്മാതാവിന് കാശ് പെട്ടുപോകുന്നു, കാശ് മുടക്കുമുതൽ പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, 2025 ജനുവരിയിൽ 31ഓളം 28 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തു എന്ന് പറയും. അതിലെ ചുരുക്കം ചില ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും പേരുകൾ പോലും നമുക്കറിയാൻ വയ്യ. ഈ സുരേഷ് കുമാർ ചില ചിത്രങ്ങളിലേക്ക് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, ഇങ്ങനെയും ചിത്രങ്ങൾ ഇറങ്ങിയോ എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥിതി നിലവിൽ നിൽക്കുമ്പോഴാണ് എമ്പുരാൻ എന്ന് പറയുന്ന പടം 2 മാസത്തിന് മുമ്പ് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ സന്ദർശിക്കുന്നു. ഇന്ത്യയിൽ തന്നെയല്ല, വിദേശങ്ങളിൽ ഇവർ സന്ദർശിക്കും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ആവും. അതുകൊണ്ട് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നാളെ ഇറങ്ങിയാലും കാണാൻ ആളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ എത്തിയപ്പോൾ അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെ ഒത്തിരി വീഡിയോ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Vanakkam, Coimbatore. It's lovely to be here. Actually, this is the first offline promotional program after the teaser launch, and this is a film made for this energy. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നാം ഭാഗം നിങ്ങൾ അതിന് സമ്മാനിച്ച ആ വലിയ വിജയം, ആ വിജയത്തിന്റെ ശക്തിയിൽ ഈ ഭാഗം കേരളക്കരയിൽ കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തിന് പുറത്തും ആൾക്കാർ ആ സിനിമ കണ്ട് അതുമായി റെസനേറ്റ് ചെയ്യണമെന്ന് ആൾക്കാരിങ്ങനെ ആർപ്പ് വിളിക്കുക അല്ലേ. ഇത് കാണുന്നത് തന്നെ നമുക്കൊരു, നമ്മളെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിജയും സൂര്യയൊക്കെ ഇവിടെ വരുമ്പം, രനിയെന്നൊക്കെ ഇവിടെ വരുമ്പം നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ കൂടി ആർപ്പ് വിളിക്കുന്നു. അപ്പം അന്യഭാഷയിൽ നമ്മുടെ നായകനും പോയി, നമ്മുടെ ലാലേട്ടൻ, മലയാളത്തിൻ്റെ ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ അവിടെ പോയി അവിടുത്തെ ആരാധകരെല്ലാം കൂടെ ആർപ്പ് വിളിച്ച് അവരെ എതിരേറ്റുന്ന് കാണുമ്പം തന്നെ ഒരു സന്തോഷമല്ലേ. അതുതന്നെയാണ് എനിക്കുണ്ടായത്. ഞാനൊരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ജനക്കൂട്ടം അവിടെ ഒത്തുകൂടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ലൈക്കയാണ് ഇത്, തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയാണ് ലൈക്ക. അവരാണ് ഇതിൻ്റെ ഒരു നിർമ്മാതാവ്. അപ്പോൾ അതുപോലെയുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ നടത്തി. എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ്റെ തുടക്കം തന്നെ കോയമ്പത്തൂർ, തുടക്കം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ ടീസറിൻ്റെ ലോഞ്ചിങ്ങും ഒക്കെ ആയിട്ട് കേരളത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ തമിഴ്നാട്ടിലും
ഇങ്ങനെ കേരളത്തിൻ്റെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരെത്തും, വിദേശങ്ങളിലെത്തും. ഇങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പടം എടുത്താൽ മാത്രം പോരാ, കാശ് മുടക്കിയാൽ മാത്രമല്ല, ആ നിർമ്മാതാവിന് എങ്ങനെ ആ കാശ് തിരിച്ചു കിട്ടും, അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രം എത്തിക്കുക, അതൊരു മാർക്കറ്റ് തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് കൃത്യമായിട്ട് ആൻ്റണി പെരുമ്പാവൂരിനറിയാം, നമ്മുടെ പൃഥ്വിരാജിനും അറിയാം. അത് കൃത്യമായിട്ട് അവർ യോജിപ്പിച്ച് തന്നെ. എനിക്ക് തോന്നി ഈ വിവാദങ്ങളുണ്ടായപ്പം സുരേഷ് കുമാർ മറുപടി കൊടുത്തുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ പ്രൊജക്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ എന്താ പറയുക, എത്ര രൂപ, അതിൻ്റെ ബഡ്ജറ്റ് എന്തുകൊണ്ട് സുരേഷ് കുമാർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിനെ പറ്റിയുള്ള കാര്യത്തിന് ഇവർ തമ്മിൽ ഉടക്കി എന്നുള്ളതായിരുന്നു. അത് കൃത്യമായിരുന്നു. ആ പടം വിവാദങ്ങളിലൂടെ ഈ പടം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും. അത് തന്നെ വലിയ കാര്യമാണ്. ഈ പോസ്റ്റിന് താഴെ നമ്മുടെ പൃഥ്വിരാജ് വന്ന് ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിക്കുന്ന ആ ഡയലോഗ്, അത് കൃത്യം ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി. ചിലരെങ്കിലും പറയുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായി. എനിക്ക് അങ്ങനെ തോന്നില്ല, പ്രൊമോഷൻ്റെ ഭാഗമല്ല. പക്ഷേ വിവാദം ഉണ്ടായപ്പോൾ അവർ ആ ചിത്രത്തിൻ്റെ പ്രൊമോഷനായി മാറ്റി എന്നുള്ളതിൽ അവരുടെ ബുദ്ധിയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വേറൊരു വീഡിയോ കൂടെ, ഒത്തിരി വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് ഈ കോയമ്പത്തൂരിലെ ഉദ്ഘാടനവുമായിട്ടും ഈ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കൊരു വീഡിയോയും കൂടെ ഒന്ന് കാണാം. Thank you so much. Hindustan College of Arts and Engineering, the faculties, management, students, thank you so much for this wonderful welcome. Thank you. So actually, we are living overwhelmed. And Pൃഥ്വിരാജ് പറഞ്ഞതുപോലെ this is the best. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സുരേഷ് കുമാറിനെ പോലുള്ള നിർമ്മാതാക്കളോട് പറയാനുള്ളത്, കാശ് മുടക്കിയാൽ മാത്രം പോരാ, ആ കാശ് എങ്ങനെയൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് ആൻ്റണിക്കറിയാം, പൃഥ്വിരാജിനറിയാം, ലാലേട്ടനറിയാം. അവരത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. ഇത് നെഗറ്റീവാണെങ്കിൽ പോലും തിയേറ്റർ പടം ഇറങ്ങി എന്ന് വിചാരിച്ചു, ഇത് പോസിറ്റീവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇടത്തൊന്നും നിൽക്കത്തില്ല. 140 ആണെങ്കിൽ ഏകദേശം 300-500 കോടിക്കടുത്ത് നേടാൻ പറ്റിയ കാര്യങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഇന്ത്യയിൽ ഒട്ടാകെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഈ ചിത്രം മുന്നേറും. ആ രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. മറ്റു ഭാഷയിലെ ചിത്രങ്ങളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ അതൊരു നെഗറ്റീവാണെങ്കിൽ പോലും, അത്രമേൽ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ പോലും ഇത് കളക്ഷനും ബഹുദൂരം മുന്നിലുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ മുടക്കുമുതലിൻ്റെ നല്ലൊരു ശതമാനം തിരിച്ചു പിടിക്കാൻ ഇവർക്ക് കഴിയും. കാരണം മാർച്ച് 27 എന്ന് പറയുന്ന ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഏകദേശം 90-95% തിയേറ്റർ എമ്പുരാനാണ് റിലീഫ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴറിയാമല്ലോ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എത്രമേലുണ്ട്. അപ്പം 2 മാസത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ നല്ലവണ്ണം ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും കൂടെ നീങ്ങുന്നത്. അതിന് കൃത്യമായുള്ള പ്രതിഫലം ഇവർക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പാണ്. അത് അസൂയപ്പെട്ടിട്ടോ കുശും വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് അവരുടെ രീതി, അവരുടെ ബുദ്ധിപരമായി കളിക്കുന്നു, അത് അതിനനുസരിച്ച് നീങ്ങുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൊമോഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ തുടങ്ങി. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളിലെയും പങ്കുവെച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും ഈ ആശീർവാദം തന്നെ ചില വീഡിയോകൾ ഇടുന്നുണ്ട്, അതിലെ നടന്മാരുമൊക്കെ ആയിട്ട്. അപ്പം കഴിഞ്ഞ ലൂസിഫറിലില്ലാത്ത ഒത്തിരി നടന്മാരെ നമ്മൾ കണ്ടു, പരിചയപ്പെടുന്നു. ഇമോഷണൽ ആയിട്ടുള്ള പല രംഗങ്ങളും ഇതിനകത്ത് ഓർത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള പുതിയ കഥാപാത്രങ്ങളും പഴയ കഥാപാത്രങ്ങളും കൂടെ ചേർന്ന് എമ്പുരാൻ ഒരു വിസ്മയം തീർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം കോയമ്പത്തൂരിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ ലാലേട്ടനും കൂട്ടർക്കും കഴിഞ്ഞെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും
ഈ തരംഗം ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.